നടന്നു നീങ്ങുകയായിരുന്നു തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്കെത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിൻ്റെ ശബ്ദം. തങ്ങൾ ചുറ്റിനും നോക്കി. അപ്പോഴതാ ഒരു മലവേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ട മാൻപേട. മാൻ നബിയെ കണ്ടതോടെ കരച്ചിലിൻ്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ നബിയെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി ഇറങ്ങിയതാണ് നബിയെ. അവർ വിശന്ന് കരയുന്നുണ്ടാകും നബിയെ. താങ്കൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലവേടനോട് പറഞ്ഞു, ഈ മാനിനെ അയച്ചുവിടൂ. ഇതതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്തതിന് ശേഷം തിരികെ വരും. മലവേടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഹഹഹ, എന്ത് വിഡ്ഢിത്തമാണ് താൻ പറയുന്നത്? ഈ മാൻ തിരികെ വരുമെന്നോ? മലവേടനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ മലവേടൻ ചോദിച്ചു, ഈ മാൻ തിരികെ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറുത്തു കളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ മലവേടൻ ആ മാനിനെ അയച്ചുവിട്ടു. മാൻ കാട്ടിലേക്ക് ഓടി മറഞ്ഞു. പറഞ്ഞ സമയം തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. അപ്പോഴതാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ മാൻപേട തിരികെ വരുന്നു. എന്തൊരു അത്ഭുതമാണിത്! ഉടനെ തന്നെ മലവേടൻ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.